നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. വ്ളോഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലാണ്. ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലെ വോൾസെൻ്റ് എന്ന് പറയുന്ന സബർബിലാണ് ഇപ്പോൾ താമസിക്കണത്. വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 വീക്സ് ആയതേ ഉള്ളൂ. കുറേ ദിവസമായി നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഭയങ്കര മടിയാണ്. എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര എന്തോ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനൊക്കെ എന്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസം ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചിറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ ചുറ്റും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുവാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ UK നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ എപ്പോഴും ഭയങ്കര ബിസിയാണ് പുറത്തൊക്കെ. പിന്നെ ഇവിടെ റോഡുകളാണെങ്കിലും നല്ല വീതിയുള്ള റോഡുകളാണ്. നമുക്ക് പതുക്കെ നടക്കാം. ഇതാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ ഗ്യാരേജാണ്. ഇതൊരു സ്കൂൾ സോൺ ഏരിയയും കൂടിയാണ്. നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് സ്കൂള്. ഇപ്പോൾ സ്കൂള് വലിയ വെക്കേഷൻ ആയതുകൊണ്ട് അടച്ചേക്കുവാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളിതാ ഇഷ്ടംപോലെ കറ്റാർവാഴ ഉണ്ടായി നിൽക്കണുണ്ട്. ഇതിന് മുന്നേ താമസിച്ച ആരോ ഇതിങ്ങനെ വളർത്തിയെടുത്താണ്. പിന്നെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെടികളും ഇതൊക്കെ ഇവിടെ ഉണ്ടായതാട്ടോ. നമ്മൾ വന്നിട്ട് ഇപ്പോൾ 3 ആഴ്ചയല്ലേ ആയുള്ളൂ. നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഓറഞ്ചാണോ നാരങ്ങയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാരങ്ങയാണെന്ന് തോന്നുന്നു. ഇതിൽ 1-2 എണ്ണമൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. നോക്കിയാൽ കാണാം. ഓരോന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടെ താഴെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കയറാം. കുഞ്ഞുവാവ് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അവൻ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. തുടങ്ങിയ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പ്. നമ്മൾ ചെറുതായിട്ട് സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. നിങ്ങൾക്ക് കാണാം, പൊന്തിയാണ് വീടുകളൊക്കെ ഇരിക്കുന്നത്. കാരണം ഇതിങ്ങനെ മല പോലെ ഇങ്ങനെ മീൻസ് ഇങ്ങനെ ഹില്ലി ഏരിയ പോലെയാണ്. ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ലെവലാക്കാൻ വേണ്ടിയായിരിക്കാം അവരങ്ങനെ ചെയ്തതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പൊക്കിയാണ് വീടുകൾ, ലെവൽ ചെയ്യാനായിരിക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ഏരിയ ഒക്കെ കയറി വരുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്, TV ഉണ്ട്. ആൾ ചെറുതായിട്ടൊന്ന് വീണ് കാല് പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുക. ഒരാൾ അപ്പോഴും കൂടെ പുറത്ത് പോയി, ഒരാൾ നല്ല ഉറക്കമാണ്. കയറുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു എൻട്രൻസ്, ഒരു സ്ഥലം, ഇത്രയേ ഉള്ളൂ. ലൈറ്റ് അവിടെ നിന്നായതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ കയറി വന്നു. പിന്നെ തൊട്ടടുത്ത് നമുക്ക് ചെറിയ ഇതൊരു ബെഡ്റൂമായിട്ട് തന്നെയാണ് പറയുക. പക്ഷെ നമ്മൾ ഇച്ചിരി വലിയ റൂമായതുകൊണ്ട് ലിവിങ് റൂമായിട്ടാണ് എടുത്തത്. അവിടെ നമുക്ക് TV ഉണ്ട്. ജിയോ മെച്ചാൻ്റെ വീഡിയോസാണ് ഇവിടെ മിക്കവാറും ഓടുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളിവിടെ കിടന്ന വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ ചെറിയൊരു പ്രാർത്ഥന റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്ത് നമ്മുടെ ഈശോയും മാതാവിനെയും ബൈബിളൊക്കെ നമ്മൾ വെച്ചേക്കുവാണ്. ഇവിടെ ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള വ്യൂ. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ്. ഇന്നലെയൊക്കെ മഴയായിരുന്നു. പിന്നെ നമുക്കുള്ളത് ഇപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിൽ ഇത് നമ്മുടെ പിള്ളേരുടെ ബെഡ്റൂമാണ്. ജസ്റ്റ് അവിടെ ഒരു ചെറിയ ലാമ്പൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. ഇത് 3 ബെഡ്റൂമിൻ്റെ വീടാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുമാവ് ഉറങ്ങുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ലൈറ്റൊന്നും ഇടുന്നില്ല. ആൾ നല്ല ഉറക്കമാണ്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഷെൽഫൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയൊരു മിറർ ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ വെച്ചതാട്ടോ. ഇതാണ് നമ്മുടെ വിൻഡോസ്. ഇതടുത്തത് നമുക്ക് ഒരൊറ്റ ബാത്റൂം ആണുള്ളത്. ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ട്, സംവിധാനമുണ്ട്, കുളിക്കാം. പിന്നെ ഒരു വാഷ് ബേസിൻ
അങ്ങനെ ഒന്നിച്ചാണ് സെറ്റ് ചെയ്തതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാട്ടോ. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു 3 ബെഡ്റൂമിൻ്റെ ഒരു ബെഡ്റൂമായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതോ ഇനി ഇത് ഡൈനിങ് ഹാളാണോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ പെട്ടികളൊന്നും ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇവരുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. പണ്ടത്തെ രീതിയിലുള്ളൊരു ഹീറ്റിംഗ് സംവിധാനമാണ് ഉള്ളത്. നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട്. ഇതാണ് നമ്മൾ ശരിക്കും ഡൈനിങ് സെറ്റ് ചെയ്തത് ഇവിടെയാണ്, കാരണം കിച്ചൺ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അതാണ് എളുപ്പം എന്ന് തോന്നി എനിക്ക്. ഇനി നാളെ മാറുമെന്ന് അറിയില്ല. നമ്മൾ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കിച്ചണിൽ ചെറിയ കബോർഡ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജ്. ഇവിടെ നമ്മൾ ഓവനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നു. ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. നമുക്കൊരു ഡിഷ് വാഷർ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പില്ല, ഇലക്ട്രിക്കാണുള്ളത് ഇവിടെ. ചെറിയ കബോർഡുകളൊക്കെയാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരേജും അതൊക്കെ കാണാം. ഡോർ തുറന്ന് വന്നു കഴിയുമ്പോൾ ബാക്ക് സൈഡാണിത്. ബാക്കിൽ കുറച്ച് ഇങ്ങനെ നമുക്ക് വന്ന് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് കേട്ടോ. പറയുന്നത് എത്രത്തോളം ബോറിംഗ് ആണെന്ന് എനിക്കറിയില്ല. എൻ്റെ ആദ്യം വ്ളോഗുകളൊന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഇവിടെ ഒത്തിരി കിളികളും പക്ഷികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അലക്കിയിട്ട് തുണികളൊക്കെ കാറ്റത്ത് താഴെ വീണ് കിടപ്പുണ്ട്. കുഞ്ഞി ഇതായതുകൊണ്ട് അരണകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ ഞാനൊന്നും കാണുന്നില്ല. നമുക്ക് കുറച്ച് ദിവസമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം അവരിങ്ങനെ ആളനക്കം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവർ പതുക്കെ ഇവിടെ നിന്നൊക്കെ മാറി എന്ന് തോന്നുന്നു. അവരധികം കാണുന്നില്ല. ഇത് വുഡ് കൊണ്ടാണ് കേട്ടോ ഒരു ഫ്ലോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിൽ നമുക്കൊരു എന്തെങ്കിലും ഷീറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മഴയൊന്നും നനയാതെ ഇരിക്കായിരുന്നു. ഇത്രയും സ്ഥലത്ത് മാത്രമേ അവർ ആസ്പെറ്റോസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്ന റൂമാണ്. അങ്ങനെ സെപ്പറേറ്റ് റൂമൊക്കെ കാണുമ്പോൾ ഇവിടെ നമുക്കൊരു സിങ്കും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വാഷിംഗ് മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. കബോർഡ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. ഓക്കെ, ഗ്യാരേജ് ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല, കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും ഗ്യാരേജിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ അടച്ച് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത്. ബാക്കിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ വീടുകൾ വീടിങ്ങനെ കയറ്റമായതുകൊണ്ട് പൊന്തി നിൽക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഭൂമി പൊങ്ങിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പള്ളിയുണ്ട് തൊട്ടടുത്ത് തന്നെ. അതിനോട് ചേർന്നൊരു സ്കൂളും ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് എന്തോ ഒരു ഡേ കെയർ ഒക്കെയാണ് വരുന്നതെന്നാണ് കേട്ടത്. എൻ്റെ ക്ലീനിങ് ഒക്കെ ഇന്ന് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഹോം ടൂർ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് വീഡിയോസൊക്കെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.